ഹായ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞാൻ സുഖമായിരിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മഞ്ഞൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കറികളിലും മറ്റ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും പിന്നെ പച്ചമരുന്നിനും എല്ലാം ഉപയോഗിക്കുന്ന മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ ചാക്കുകളിലും മറ്റ് ഗ്രോ ബാഗുകളിലുമായി ഈസി ആയിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്ന ഒരു വീഡിയോയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു നല്ലൊരു വിളവെടുപ്പും ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണം. വീഡിയോ കണ്ട് ഒരുപാട് ആൾ കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും ലൈക്ക് ഇടാൻ മറന്നിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കിക്കോളി, ഞാൻ ഇപ്പോൾ ചാക്കിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ നല്ല ഒരു വീഡിയോ ആണ്. ഇതുപോലെ ഒരു എന്താ പറയുക, ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു ചാക്കാണ് കേട്ടോ. ഇത് എനിക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, അത്രത്തോളം അത് നുരുമ്പി പോയിട്ടുണ്ട്. അത് ഞാൻ നടുമ്പോൾ തന്നെ ക്വാളിറ്റി ഇല്ലാത്ത ചാക്കിൽ നട്ടതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ഇവിടുത്തെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പറിച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. ചുമരിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതാണ്, അതവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ടെറസിൻ്റെ മേലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പറിച്ച് നോക്കാം. കണ്ടോ, അതിൻ്റെ ഇലയൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട്. കിഴങ്ങൊക്കെ കണ്ടില്ലേ, പുറത്തേക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഇത് പറിക്കുന്ന ടൈം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടെ മുന്നേ പറിക്കേണ്ടിയിരുന്നു. പിന്നെ ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങി, ഇതെല്ലാം ഇവിടെ കിടന്ന് മുളക്കാൻ തുടങ്ങും. അപ്പോൾ ശരി, എനിക്ക് വേറെ നടുവും ചെയ്യാം, ഇങ്ങനെ ഇത് പറിക്കാൻ വിചാരിച്ചു. അങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ച് നോക്കാം. ഇതിപ്പോൾ കയ്യിൽ തന്നെ ഈസി ആയിട്ട് പറിച്ചെടുക്കാം കേട്ടോ. ഈ ചാക്കിൽ നട്ടാലുള്ള ഗുണം ഇതാണ്, നമ്മൾ താഴെ നടുന്നതിനേക്കാളും വിളവെടുക്കാനും നടാനും എല്ലാം വളരെ ഈസിയാണ്. ഇതുപോലെ കൈ വെച്ച് വലിച്ചാൽ തന്നെ അത് പെട്ടെന്ന് ഇങ്ങോട്ട് വരും. കണ്ടോ, മണ്ണെല്ലാം ഇപ്പോൾ ഉണങ്ങി കിടക്കുന്ന സമയമാണല്ലോ, വെറുതെ ഇങ്ങനെ പിടിച്ചിളക്കിയാൽ തന്നെ അത് വരും. നല്ല വിളവാട്ടോ. പിന്നെ എനിക്ക് തന്നെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല ഇതിങ്ങനെ വരുമെന്ന്. അപ്പോൾ ഞാൻ ശരി വിചാരിച്ചു, ഇനി ഇതുപോലെ തന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്രയും മഞ്ഞൾ നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിക്കാമെന്ന് കേട്ടോ. കണ്ടോ, ചെറിയൊരു പീസ് വെച്ചതാണ് ഇത്രയും മഞ്ഞൾ കേട്ടോ. ഒരു കഷ്ണത്തിൽ നിന്നാണ് ഇതുപോലെ നമുക്ക് വിളവെടുപ്പ് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഓരോ പീസിലും എത്ര മഞ്ഞളാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്ന് വീഡിയോ എടുത്തത്, നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. ഇതുപോലെയൊക്കെ നട്ടു വെക്കാൻ നമ്മൾ കഷ്ടപ്പെട്ട് താഴെ ഇങ്ങനെ കൊത്തി നടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരു റിസ്ക്കും ഇല്ല, നമ്മൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഇതാണ്, ഇപ്പോൾ ഒരു ചാക്കിൽ നിന്ന് നമുക്ക് അത്ര മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ചട്ടിയിലിട്ടത്. അപ്പോൾ ഇതിൽ ഒരു ചാക്കത്തെ നമ്മൾ പറിച്ച് 2 ചാക്ക് ഒരേ സ്ഥലത്ത് വെച്ചതാണ്. ഇനി അടുത്ത ചാക്കത്തത് പറിക്കാം കേട്ടോ. ഇതാണ് അടുത്ത ചാക്ക്. ഇതും അതേപോലെ കണ്ടോ, കിഴങ്ങൊക്കെ മേലെ പൊങ്ങി മണ്ണെല്ലാം പോയി കിടക്കുന്നുണ്ട്, ഇലയെല്ലാം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് ഞാൻ പറിച്ച് കാണിക്കാം. ഇത് കണ്ടോ, ഇതിലും മോശമല്ല, അതേപോലെ തന്നെ ഇതിലും ഉണ്ട് കേട്ടോ. രണ്ടും ഒരേപോലെ വന്നിട്ടുണ്ട്. നല്ല വിളവാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പരീക്ഷണാർത്ഥം ഇതിങ്ങനെ നട്ട് നോക്കിയതാണ്, പിന്നെ വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ നിറയെ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചെടിയായി നിൽക്കുമ്പോഴും വളർന്നതും നല്ല ഹൈറ്റിലുണ്ടായിരുന്നു ചെടിയൊക്കെ. പക്ഷെ 0 കോസ്റ്റ്, നമ്മൾ ഒരു പൈസ കൊടുത്ത് ഒരു വളം വാങ്ങി ഇടുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ കയ്യിൽ വീട്ടിലുള്ള കിച്ചൺ വേസ്റ്റും ചാരം ഇതൊക്കെ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇതുപോലെ ഗ്രോ ബാഗുകളോ വളങ്ങളോ ഒന്നും ഞാൻ വാങ്ങാറില്ല കേട്ടോ പൈസ കൊടുത്ത്. പിന്നെ അതിൽ നമുക്ക് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല, നമ്മൾ കുറേ പൈസ ചിലവാക്കിയിട്ട്. ഇങ്ങനെ
നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഒരുപാട് വേസ്റ്റ് നമ്മൾ കളയുന്നത്. അതുതന്നെ മതി നമുക്ക് എല്ലാ കൃഷിയും ചെയ്യാൻ. പഴയ ചാക്കുകളും കവറുകളും അതേപോലെ എന്താ പറയുക, ട്രാവലിംഗ് ബാഗ്, പെട്ടികൾ, അങ്ങനെ എന്തെങ്കിലും നമ്മൾ വലിച്ചെറിയുന്നതൊക്കെ ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നട്ട് വെക്കാം. ഇപ്പോൾ അത് താഴെ ഞാൻ വെച്ചില്ല ചട്ടിയിൽ, ഇപ്പോൾ താഴെ ഈ ചാക്കിന്ന് കിട്ടിയതാട്ടോ. ഇത്രയും കാണുന്നുണ്ടോ? ഇനി ഇതെല്ലാം ഒന്നിച്ച് വെച്ച് ഞാനൊന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട്. നല്ല ഇതിപ്പോൾ മറ്റേത് ഞാൻ ചട്ടിയിലിട്ട് ആ ചാക്കിന്ന് കിട്ടിയത്. ഇത് ഞാൻ തനിച്ചാണ് കേട്ടോ നിങ്ങളെ കാണിക്കുന്നത്. ഇതിപ്പോൾ ഈ ചാക്കിന്ന് അതേപോലെ ഇതിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത്രയും മഞ്ഞൾ നമുക്ക് കണ്ടോ, നല്ല വിളവല്ലേ കിട്ടിയത്. ഇനി നമുക്കിത് നടുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നട്ട് നോക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു പീസാണ് ഇതത്, പൊന്തിക്കാൻ പറ്റില്ല, അത്ര നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ലൊരു വിളവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ. ഇത് ഇപ്പം കുറച്ചും കൂടെ മുന്നേ തന്നെ പറിക്കേണ്ടിയിരുന്നു. മുളയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും നടുന്ന സമയമായിട്ടോ കണ്ടോ. ഇതിനി ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് മുളച്ചിട്ട് എല്ലാം ചേർന്ന് മുളക്കും. നമ്മളിത് പറിച്ച് നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് ഒരു 8-10 പീസ് എടുത്ത് നട്ടാൽ തന്നെ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 ചാക്കിലും കൂടെ ആയിട്ട് എനിക്ക് ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ നടുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. നല്ല വണ്ണല്ല കിഴങ്ങുകളും ഉണ്ട് കേട്ടോ ഇതിൽ. എല്ലാം മണ്ണൊക്കെ കളഞ്ഞ് ഞാൻ വൃത്തിയാക്കി ചട്ടിയിലിട്ടിട്ട് ഉണ്ട്. ഇത്രയുണ്ട് കേട്ടോ. ഇതുപോലൊരു പീസ് മതി നമുക്ക് നടാൻ. ഒരു കുഴിയിൽ ഇത്ര ചെറിയ ഇതിൻ്റെ ഈ കണിപ്പിലൊക്കെ നമുക്ക് മുള വരും കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ നടുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു സിമൻറ്റ് ചാക്കാണ് ഞാൻ നടാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഉണ്ടോ, ഇത് മതി. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വെള്ളം വാർന്നു പോകാൻ ഇതിൽ ഓട്ടയിട്ട് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ ഇതിൻ്റെ മൂല ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മൂലയും കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ നടുക്കും ഓട്ടയിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നടുവിൽ. അപ്പോൾ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. വെള്ളം കെട്ടി നിന്നാൽ അത് ചീഞ്ഞു പോകും കേട്ടോ. ഇത്ര വലിയ ചാക്ക് വേണമെന്നൊന്നുമില്ല. ഒരു ചാക്കിൻ്റെ വലിയ ചാക്കാണെങ്കിൽ പകുതി കട്ട് ചെയ്തിട്ട് 2 ബാഗും ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇതെടുത്തു എന്നേ ഉള്ളൂ. പിന്നെ അതൊക്കെ പണിയാണ്. ചാക്ക് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ അങ്ങനെ തന്നെ നട്ട് വെക്കാമെന്ന് മാത്രം. പിന്നെ നമ്മൾ അതിൽ ആദ്യം കുറച്ച് കരിയിലയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇനി ഇതുപോലെ കിച്ചൺ വേസ്റ്റ്. ഇത് ഞാൻ 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ അത് അപ്പോൾ അതിൻ്റെ മേലെ കുറച്ചും കൂടി ഇതുപോലെ ലെയറായിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫില്ല് ചെയ്യാം കേട്ടോ. ഞാനല്ലെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ നമുക്ക് അപ്പോൾ കിച്ചൺ വേസ്റ്റ് അപ്പോൾ ഒരു ചാക്കിൽ അത് ആ സമയത്ത് ഇട്ട് വെച്ചാൽ മതി. കുറച്ച് ചാരുണ്ടായിരുന്നു, മഴ പെയ്ത് നനഞ്ഞതാണ് കേട്ടോ. അതൊന്നും സാരമില്ല. അപ്പോൾ ഞാൻ അതും കൂടെ അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ കരിയിലിട്ട് നമുക്ക് വീണ്ടും പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഇട്ടു കേട്ടോ. ചാക്ക് ഏകദേശം 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. പിന്നെ ഇത്രയും മതി. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണും. നമ്മളിപ്പോൾ ഇതിങ്ങനെ ലാസ്റ്റ് ടൈമിൽ ചെയ്യണമെന്നില്ല. ആദ്യമേ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. പഴയ ചാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കിച്ചൺ വേസ്റ്റ് അവിടെ ഇവിടെയും കൊണ്ടുപോയിടുന്നതിന് ഇതുപോലെ ഇട്ടിട്ട് ചാക്ക് നിറച്ച് വെച്ചാൽ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഓരോ വിത്തുകൾ നട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതാ
അതിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ചേമ്പ് നട്ട ചാക്കിലുള്ള മണ്ണാണ്. പിന്നെ ഇനി അതിൻ്റെ മേലേക്ക് കുറച്ച് പോട്ടിംഗ് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ കുറച്ച് മണ്ണെടുത്ത് അതിലെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. ഇതുപോലെ ചെടികൾ നടുമ്പോൾ അതിൻ്റെ മേലെ അത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ട്രീറ്റ് ചെയ്ത പോലെയാവും മണ്ണ്. അപ്പോൾ അതിൽ ഇതുപോലെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇതിലൊക്കെ ഈ കണിപ്പിലൊക്കെ മുള വരും. ഇതുപോലത്തെ ഒരു പീസ് മതി നമുക്ക്. എന്നിട്ട് വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതിൽ 2 പീസാണ് വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഒരു 3 പീസൊക്കെ വെക്കാം. കുറച്ച് വിശാലതയുള്ള ചാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 3 പീസോ 4 പീസൊക്കെ ചാക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിറയെ ചെടികളും കിഴങ്ങൊക്കെ വരും കേട്ടോ. ഇനി നമുക്കിതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഇപ്പോൾ നമുക്ക് കിച്ചൺ വേസ്റ്റ് ഉണ്ടാകുമ്പോൾ അതുപോലെ ഓരോ പഴയ ചാക്കെടുത്ത് ഇതുപോലെ ലെയറായിട്ട് മണ്ണും ഇലയും ഒക്കെ ഇട്ട് ലാസ്റ്റ് എന്നാൽ പിന്നെ അത് പെട്ടെന്ന് ഇനിയിപ്പോൾ അത് ചെടി വളരുമ്പോഴത്തേന് അത് അടിയിലിട്ടതൊക്കെ കമ്പോസ്റ്റ് ആയിക്കോളും കേട്ടോ. ഇപ്പോൾ ഇനി മേലെ കുറച്ച് പൊതയിട്ട് കൊടുക്കാം. നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഈ സമയത്ത് നടുകയാണെങ്കിൽ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടിയും കൊണ്ടിരിക്കും. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്താൽ മതി. പിന്നെ മുള തന്നെ ഈ ഇലൻ്റെ മേലെ കൂടെ അങ്ങനെ മുളച്ച് വന്നോളൂ കേട്ടോ. ഇതൊരു സൈഡിൽ വെച്ചാൽ മതി. പ്രത്യേകിച്ച് ഇതിന് സംരക്ഷണം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കഴുകണ വെള്ളങ്ങളൊക്കെ വെറുതെ ഇടയ്ക്കൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത വളങ്ങളൊക്കെ തന്നെ മതി കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിഴങ്ങൊക്കെ പുറത്ത് കാണുന്ന പോലെ ഉണ്ടെങ്കിൽ കുറച്ച് മണ്ണും ചാരം ഒക്കെ മിക്സ് ചെയ്തിട്ട് വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നു. എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.